പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം കരുണയുടെ മണിക്കൂർ എന്നതാണ്. എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രാണനെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച 3 മണി സമയം നീതിയുടെ മേൽ കരുണ വിജയം വരിച്ച നിമിഷമാണെന്ന് ഈശോ വിശുദ്ധ ഫൗസ്റ്റീനായ്ക്ക് വെളിപ്പെടുത്തുകയുണ്ടായി. ഈശോയുടെ കാലത്ത് ജീവിച്ചവർക്കും അതിന് മുൻപ് ജീവിച്ചവർക്കും ഇന്ന് ജീവിക്കുന്നവർക്കും ഭാവിയിൽ ഭൂമിയിൽ ജനിക്കാനിരിക്കുന്നവർക്കും എല്ലാം രക്ഷയുടെ വാതിൽ തുറക്കപ്പെട്ടത് ഈശോയിലൂടെയാണ്. ആദത്തിന്റെ പാപം മൂലം സ്വർഗം നഷ്ടപ്പെട്ട മനുഷ്യവംശത്തിന് സ്വർഗീയ സൗഭാഗ്യം ലഭിച്ച ഭാഗ്യപ്പെട്ട ഈ നിമിഷത്തെ പ്രതിയും അവിടുത്തെ രക്ഷാകര പദ്ധതിയെ പ്രതിയും എന്നും വിശുദ്ധ കുർബാനയിൽ നാം നന്ദി പറയുന്നുണ്ട്. ദൈവത്തിന്റെ കരുണ കവിഞ്ഞൊഴുകുന്ന ഈ നിമിഷത്തെ പറ്റി വിശുദ്ധ ഫൗസ്റ്റീനായ്ക്ക് ലഭിച്ച സന്ദേശം നമുക്ക് ധ്യാന വിഷയമാക്കാം. ക്ലോക്കിൽ 3 മണി അടിക്കുന്നത് കേൾക്കുമ്പോഴൊക്കെയും എൻ്റെ കരുണയെ ആരാധിച്ച് പുകഴ്ത്തിക്കൊണ്ട് നീ അതിൽ പൂർണ്ണമായി നിമഗ്നയായി ലോകം മുഴുവനും വേണ്ടി, പ്രത്യേകിച്ച് കഠിന പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ നിമിഷമാണ് എല്ലാ ആത്മാക്കൾക്കും വേണ്ടി കരുണയുടെ കവാടം മലർക്കെ തുറക്കപ്പെട്ടത്. ഈ മണിക്കൂറിൽ നീ മറ്റുള്ളവർക്ക് വേണ്ടി ചോദിക്കുന്നതെന്തും ലഭിക്കുന്നു. ലോകത്തിന് മുഴുവൻ വേണ്ടിയുള്ള കൃപയുടെ മണിക്കൂറാണിത്. ഇത് നീതിയുടെ മേൽ കരുണ വിജയം വരിച്ച സമയമാണ്. കരുണയുടെ ഈ മണിക്കൂറിൽ തൻ്റെ പീഡാനുഭവത്തെ പറ്റി ധ്യാനിക്കണമെന്ന് ഈശോ ആവശ്യപ്പെട്ടതായി വിശുദ്ധ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: 3 മണിക്ക് എൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് പാപികളുടെ ആത്മാക്കൾക്ക് വേണ്ടി എൻ്റെ പീഡാനുഭവങ്ങളെ കുറിച്ച് അല്പസമയമെങ്കിലും ധ്യാനിക്കണം. പ്രത്യേകമായും വേദനയുടെ ആധിക്യത്തിലും ഞാൻ സർവ്വലോകത്തിനു വേണ്ടി നടത്തിയ സമർപ്പണത്തെ പറ്റിയാണ് ധ്യാനിക്കേണ്ടത്. ഇത് കരുണ പ്രാപിക്കുവാനുള്ള മണിക്കൂറാണ്. എൻ്റെ ശാരീരിക പീഡകളിൽ പങ്കുചേരുവാൻ ഞാൻ നിന്നെ അനുവദിക്കും. ഈ മണിക്കൂറിൽ എൻ്റെ പീഡാനുഭവത്തിന്റെ യോഗ്യതയാൽ എന്നോട് അപേക്ഷിക്കുന്ന ഒരു കാര്യവും ആത്മാക്കൾക്ക് ഞാൻ നിഷേധിക്കുകയില്ല. കരുണയുടെ ഈ മണിക്കൂർ അനുഗ്രഹപ്രദമായി ചെലവഴിക്കുന്നതിന് താഴെ കൊടുത്തിരിക്കുന്ന ലളിതമായ പ്രാർത്ഥനാ രീതികൾ വിശുദ്ധ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: ഈശോയുടെ പീഡാനുഭവത്തെ പറ്റി അല്പസമയം ധ്യാനിക്കുക. സമയവും സൗകര്യവും ലഭിക്കുമെങ്കിൽ കുരിശിന്റെ വഴി നടത്തുകയോ ധ്യാനിക്കുകയോ ചെയ്യുക. വിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ അല്പസമയം ധ്യാനാത്മകമായി ചെലവഴിക്കുക. മേൽ പറഞ്ഞവയ്ക്ക് ഒന്നിനും സൗകര്യം ലഭിക്കുന്നില്ലെങ്കിലും നാം വിഷമിക്കേണ്ട ആവശ്യമില്ല. നാം ആയിരിക്കുന്ന സ്ഥലത്ത് കുറച്ചു സമയം പ്രാർത്ഥനയിൽ മുഴുകുക. കരുണക്കൊന്ത, ജപമാല, പരിശുദ്ധനായ ദൈവമേ എന്നുള്ള പ്രാർത്ഥനകൾ, ഈശോയുടെ തിരുഹൃദയത്തിന്റെ ജപമാല, പീഡാനുഭവ രംഗങ്ങൾ ഇവയിലേതെങ്കിലും തിരഞ്ഞെടുത്ത് ഈ സമയം ഫലപ്രദമായി കരുണയുടെ കർത്താവിന്റെ മുൻപിൽ നമുക്കും ലോകം മുഴുവനും വേണ്ടി യാതനകൾ സമർപ്പിക്കാം. ഇത്ര നേരം ഞാൻ പറഞ്ഞതിൻ്റെ രത്നചുരുക്കം ഇതാണ്. ഉച്ച കഴിഞ്ഞ് 3 മണി സമയത്താണല്ലോ നമ്മുടെ കർത്താവ് കുരിശില് നമുക്ക് വേണ്ടി മരിച്ചത്. ആ സമയത്തിന് വലിയ വില ദൈവം നൽകുന്നുണ്ട്. ദൈവം പല വിശുദ്ധർക്കും പറഞ്ഞു കൊടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്
ഉച്ച കഴിഞ്ഞ് 3 മണി സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ആ പ്രാർത്ഥന കേൾക്കും എന്ന് നമ്മുടെ കർത്താവ് പല വിശുദ്ധരോടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് 3 മണി സമയം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു സമയമാണ്. ചിലർക്കുള്ള ഒരു സംശയം ഞാൻ പറയാം. ചിലർക്കുള്ള സംശയം എന്താണെന്ന് വെച്ചാല് നല്ല സമയവും ചീത്ത സമയവും ഉണ്ടോ എന്നാണ് പലർക്കും സംശയം. ബൈബിളിൽ നിന്ന് ഞാനത് വ്യക്തമാക്കാം. അതായത് നല്ല സമയവും ചീത്ത സമയവും ഉണ്ട് എന്നാണ് ബൈബിൾ പറയുന്നത്. ബൈബിളിലെ ആ വചനം നിങ്ങൾക്കറിയാമല്ലോ. വിതയ്ക്കാൻ ഒരു സമയം, കൊയ്യാൻ ഒരു സമയം, ജനിക്കാൻ ഒരു സമയം, മരിക്കാൻ ഒരു സമയം എന്ന് തുടങ്ങുന്ന ആ വചനം വളരെ വ്യക്തമായി പറയുന്നത് ഭൂമിയിലുള്ള സകല കാര്യത്തിനും ഒരു സമയമുണ്ട് എന്നതാണ്. അതുപോലെ ബൈബിൾ വളരെ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന് ഒരു സമയം എല്ലാ കാര്യത്തിലും ഉണ്ട്. ആ സമയത്തെ ദൈവം തക്ക സമയം എന്നാണ് ബൈബിളിൽ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഒരു സമയം, നല്ല സമയവും ചീത്ത സമയവും എല്ലാവർക്കും വരാം. എത്ര വമ്പന്മാരാണേലും ചീത്ത സമയം വരുന്നതായിട്ട് നമ്മൾ നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും ചുറ്റുപാടിൽ നിന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമാണല്ലോ. അതുപോലെ തന്നെ ഒരു സാധാരണക്കാരിയായ സ്ത്രീ, ഒരു വള വിൽപ്പനക്കാരി, ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടില്ലേ, പെട്ടെന്ന് തന്നെ ഒരു സിനിമാ നടിയായി മാറിയ കാര്യം. ആ സംഭവം നമ്മൾ ഓർക്കുന്നില്ലേ? അപ്പൊ നല്ല സമയവും ചീത്ത സമയവും ആർക്ക് വേണമെങ്കിലും വരാം എന്ന് വളരെ വ്യക്തമാണ്. ബൈബിളിന് ഇതിന് അടിസ്ഥാനമുണ്ട് എന്ന് ഞാനിപ്പോൾ പറഞ്ഞുവല്ലോ. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞുള്ള 3 മണി സമയത്ത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കൂടുതലായി ദൈവം കേൾക്കും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് സമയത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ സാത്താൻ സേവകർക്കും സാത്താനെ ആരാധിക്കുന്നതിന് വ്യക്തമായ സമയങ്ങളുണ്ട്. ആ സമയത്ത് അവർ സാത്താനെ ആരാധിച്ചു കഴിയുമ്പോൾ സാത്താൻ കൂടുതൽ പ്രസാദിക്കുന്നതായിട്ട് അവര് പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും, പിശാചിനും അവനെ ആരാധിക്കാനായിട്ട് ഒരു സമയം അവൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തെ ആരാധിക്കാനും ദൈവം ഒരു സമയം നമുക്ക് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞുള്ള 3 മണി സമയത്ത് നമുക്ക് കൂടുതലായി പ്രാർത്ഥനയിൽ ചെലവഴിക്കാൻ ശ്രമിക്കാം. ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി പാടുപീഴകൾ സഹിച്ച് നമ്മുടെ കർത്താവ് കുരിശിൽ മരിച്ച സമയമാണല്ലോ ഉച്ച കഴിഞ്ഞ് 3 മണി സമയം. അപ്പൊ ആ സമയത്ത് നമ്മളെ കൂടുതൽ പ്രാർത്ഥിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പൊ സാധാരണ ദിവസങ്ങള് നമ്മൾ പ്രാർത്ഥിച്ചിട്ട്, അല്ലെങ്കിൽ വേറെ മണിക്കൂറുകളിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അതിനുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്ത് നോക്കൂ. ഈ ഉച്ച കഴിഞ്ഞ് 3 മണി സമയത്ത് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. ഉച്ച കഴിഞ്ഞ് 3 മണി സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റിയ നല്ലൊരു പ്രാർത്ഥന എന്ന് പറയുന്നത് കരുണക്കൊന്ത ചെല്ലുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും കരുണക്കൊന്ത ചെല്ലാനും വേണ്ടി നമുക്ക് ഉച്ച കഴിഞ്ഞുള്ള 3 മണി സമയം നമുക്ക് പ്രയോജനപ്പെടുത്താം. അതിലൂടെ ഒത്തിരി നന്മകൾ നമുക്ക് വരും എന്ന് ഉറപ്പാണ്. ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.